Hi, hello once again, welcome back to our channel C&Svlog. ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്യാൻവാസ് പെയിൻറ്റിങ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് കുഞ്ഞൻ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നായിട്ട് ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ 4 സൈഡിൽ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം കുറച്ച് ബ്ലാക്ക് കളറും പിന്നെ വൈറ്റ് കളർ പെയിൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിലേക്കായിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് കളറും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി അതിന് താഴേക്കായിട്ട് നമ്മൾ ബ്ലൂ കളർ പെയിൻ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കണേ. പിന്നെ അതിലേക്ക് കുറച്ച് വൈറ്റ് കളറും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ആ സെയിം കളർ തന്നെ നമ്മൾ താഴേക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനും താഴേക്കായിട്ട് കുറച്ച് ബ്ലൂ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സ്പേസ് വിട്ട് കൊടുത്തില്ലേ, അവിടെയായിട്ട് നമുക്ക് വീണ്ടും ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു കുഞ്ഞി ചന്ദ്രനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തില്ലേ, അവിടെ ആയിട്ട് ഇതുപോലെ പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പെയിൻറ്റിങ് പരിപാടി അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുഞ്ഞാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മാസ്കിംഗ് ടേപ്പൊക്കെ ഇട്ടിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കുറച്ച് ഭാഗത്തേക്ക് ഇതുപോലെ യെല്ലോ കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഭാഗത്തേക്കായിട്ട് നമ്മൾ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കണേ. പിന്നെ അതിനും താഴേക്കായിട്ട് കുറച്ച് ഗ്രീൻ കളറും റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി അതിനും താഴേക്കായിട്ട് ഇതുപോലെ നമുക്ക് റെഡ് കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും താഴെയുള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുട്ടി മരം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെയായിട്ട് ഇതുപോലെ നമ്മൾ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പുല്ലുകളുടെയൊക്കെ രീതിയിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ
നമ്മുടെ രണ്ടാമത്തെ പെയിൻറ്റിങ് അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.